ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഒന്ന് നെഗറ്റീവ് വന്ന് യെസ്റ്റർഡേസ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഒരു അപ്പോൾ ഇന്ന് ഒരു ട്രേഡായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് 58,250 ആ റേഞ്ചിൽ നിന്ന് റിവേഴ്സിൽ പോയാൽ ഒരെണ്ണം, എന്നിട്ട് അത് SL അടിക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് പോകുകയാണെങ്കിൽ 58,000 നിന്ന് റിവേഴ്സിൽ കാണിച്ചാൽ ഒരു ഇത് അല്ലെങ്കിൽ എന്താ പറയുന്നത് എക്സിക്യൂട്ട് ആകാനായിട്ട് ഇട്ട സമയത്തേക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കയറിപ്പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ട്രേഡ് മിസ്സായി. അപ്പോൾ ഇന്നത്തെ ഇനിയിപ്പം നമുക്ക് നോക്കാം വേറെ നമ്മുടെ ഒരു വ്യൂവിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ 58,000 വരെ വന്ന് അത് റീട്രേസ് ചെയ്യുമ്പം എടുക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കിട്ടി. പക്ഷേ എനിക്ക് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഞാനില്ലായിരുന്നതുകൊണ്ട് എനിക്ക് ഈ മൂവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പം ജസ്റ്റ് ഒരു മാർക്കറ്റ് ഓർഡർ ഇട്ടിരുന്നതാണ്. മാർക്കറ്റ് ഓർഡർ അല്ല, ഈ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് 228 ഞാനത് ഇതാക്കിയപ്പോഴത്തേക്ക് അത് 300 കയറിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പം ഇതിൽ നിന്ന് റീട്രേസ് ചെയ്ത് ഒരു 58,400 വരെയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ സ്കാൽപ്പിംഗ് പോലെ അങ്ങനെ എടുക്കാം. പക്ഷേ നമ്മുടെ മെയിൻ മൂവ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ടുള്ള ഒരു നല്ല റിസ്ക് റിവാർഡിൻ്റെ സ്ഥലം കഴിഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോഴേ ഇനിയിപ്പം ഞാൻ ഇന്ന് ട്രേഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കിൽ സ്വിച്ച് വെച്ച് അതിനെ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യെസ്റ്റർഡേസ് ക്ലോസിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് സെല്ലിങ്ങിനായിട്ട് ഇതാക്കും. അന്നേരം 58,000 അവിടെ വരെ ആ ഒരു സെല്ലിങ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിട്ട് മുകളിലേക്ക് ഒരെണ്ണം പോകുന്നുള്ളൊരു വ്യൂ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 58,000 മാർക്ക് ചെയ്തിരുന്നു. ഫസ്റ്റ് 2 ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ 58,200 എടുക്കുമെന്നും പിന്നെ ഉള്ളത് 58,000 എടുക്കുമെന്നുള്ളതാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ 58 ഇതിന്ന് റിവേഴ്സിൽ കാണിച്ചില്ല. അപ്പം 58,000 തന്നെ വന്ന് റിവേഴ്സിൽ കാണിച്ചു. അപ്പോൾ ആ സമയത്ത് എടുത്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. പക്ഷേ ആ സമയത്ത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്ന് ആ ഒരു വ്യൂ നമ്മുടെ അനുസരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ക്യാനിലെ തുടക്കത്തിൽ അതിൻ്റെ മിഡിലെങ്ങാണ്ടാണ് വന്ന് കാണാൻ പറ്റുക. അപ്പോഴത്തേക്ക് പ്രീമിയം ഭയങ്കരമായിട്ട് കയറിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ട്രേഡ് എടുത്തില്ല. ഇത് പറയുവാണെങ്കിൽ ഇനി ഒരു അപ്സൈഡ് പോകും. ഒരു 58,850 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്സൈഡ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു ലോവിനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും വരുന്നത്. അപ്പം വ്യൂ അനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്ത് 58,500 വരെയുള്ള ഇത് റൈഡ് ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഒരു മൂവ്മെൻറ്റ് മിസ്സായതുകൊണ്ട് ഇന്നത്തെ ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.